ഹാപ്പി സാബത്ത്. ഇന്ന് ഞാൻ ഹെൽത്ത് ടോക്ക് ആയിട്ട് ആക്ച്വലി എനിക്ക് വന്നിട്ട് സ്പിരിറ്റ് ഓഫ് പ്രോഫസി ആണ് കൊടുത്തിരുന്നത്. പക്ഷേ സ്പിരിറ്റ് ഓഫ് പ്രോഫസി എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. എന്നിരുന്നാലും ഹെൽത്ത് ടോക്ക് അച്ചാച്ചന് കൊടുത്തിരുന്നു. പക്ഷെ അത് തിരിച്ച് എനിക്ക് സ്പിരിറ്റ് ഓഫ് പ്രോഫസി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹെൽത്ത് ടോക്ക് ആണ് കുറച്ചും കൂടെ ഈസി. സോ അതിനാൽ ഹെൽത്ത് ടോക്ക് എടുക്കുന്നു. ഇന്ന് എനിക്ക് ട്രാൻസ്ലേറ്ററും ഇല്ല, കാരണം ട്രാൻസ്ലേറ്റർ വന്നിട്ട് സ്പിരിറ്റ് ഓഫ് പ്രോഫസി എടുക്കുന്നതിനാൽ. സോ അതിനാലൊരു സോറി. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് വന്നിട്ട് ഹെൽത്ത് ടോക്കായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുത്തിരിക്കുന്നത്, ഞാൻ വന്ന് 11th 12th ക്ലാസ് എടുക്കുമ്പോൾ അവിടെ ഞാൻ സുവോളജി ആണ് മെയിൻ. അപ്പോൾ അവിടെ പഠിപ്പിച്ചതായിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കിനെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എലിഫന്റിയാസിസ് ഓർ അതർവൈസ് ഇറ്റ് ഇസ് നോൺ ആസ് ഫിലേറിയാസിസ്. ഓക്കെ, തമിഴിൽ അതിന് യാനൈക്കാൽ നൊയ് എന്ന് പറയപ്പെടുന്നു. സോ എലിഫന്റിയാസിസ് എന്ന് പറയുന്നത് ഒരു നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ ഒരു സാധാരണ ആളുടെ കാല്, റൈറ്റ് സൈഡിൽ ഒരു അതേ ആളുടെ തന്നെ ഒരു പക്ഷേ ഈ ആനേക്കാൽ നൊയ് അനുഭവപ്പെടുന്ന ഒരാളുടെ കാലാണ് അവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ആ പടം കണ്ടാൽ തന്നെ മനസ്സിലാകും ഒരു ആനയുടെ കാല് എങ്ങനെ ഇരിക്കുന്നോ അത്ര സൈസ് അല്ലെങ്കിൽ ആ ഒരു റിസംബ്ലൻസ് ആ ആളുടെ കാലിൽ ഉണ്ടായിരിക്കും. ഇത് വന്നിട്ട് ഈ എലിഫന്റിയാസിസ് എന്ന് പറയുന്ന ഈ ഡിസീസ് കണ്ടീഷൻ എക്സ്ട്രീം സ്വെല്ലിങ്, അതായത് നമ്മളുടെ കാലിലോ കയ്യിലോ മറ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ എക്സ്ട്രീം സ്വെല്ലിംഗ് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഈ എലിഫന്റിയാസിസ്. ഇനിയും ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയാം നമ്മളുടെ ബോഡിയിൽ അനേകം സിസ്റ്റംസ് ഉണ്ട്. എക്സ്ക്രീറ്ററി, റെസ്പിറേറ്ററി, ഡൈജസ്റ്റീവ്, അങ്ങനെ പലതരമായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. അതിലൊരു സിസ്റ്റമാണ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഈ നൊയ് എതിർപ്പ് ശക്തി നൽകുന്നതായിട്ടുള്ള ഒരു സിസ്റ്റം. അതിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത പിക്ചറിൽ കാണാൻ പറ്റും ലിംഫാറ്റിക് സിസ്റ്റം. ഈ ലിംഫാറ്റിക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ അതിനകത്ത് ലിംഫ് നോഡ്, സ്പ്ലീൻ, തൈമസ്, ടോൺസിൽസ്, അങ്ങനെ പല ഭാഗങ്ങൾ ഉള്ള ഒരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ ഏതെങ്കിലും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജൻസ് കടന്നു വരുവാണെങ്കിൽ അതിൽ നിന്നും നമ്മളുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം. ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ നമ്മളുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തന്നെ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതിൻ്റെ പേര് ലിംഫ് എന്നാണ്. അത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ലിംഫിനകത്ത് ഒരു പ്രത്യേക ബ്ലഡ് സെൽ WBC, അതായത് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന സെൽസ് ആണ്. നമ്മൾക്കറിയാം WBCയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ദേ ആർ നോൺ ആസ് ദ വാരിയേഴ്സ് ഓഫ് ദ ബോഡി. ദാറ്റ് മീൻസ് അവർ വന്നിട്ട് നമ്മളുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷ്യസ് ഏജൻസ്, അത് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ഏതെങ്കിലും പാരസിറ്റിക് വേംസ് ആവാം, അത് കയറിയ ഉടനെ ഈ WBCs ആണ് കൂടുതൽ ആക്റ്റീവ് ആവുകയും നമ്മളുടെ ബോഡിയെ മറ്റ് ഇൻഫെക്ഷ്യസ് ഏജൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ എലിഫന്റിയാസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിലുള്ള എല്ലാ ടിഷ്യൂസും അഫക്റ്റഡ് ആവും. അത് വന്നിട്ട് തിക്കാവുകയും അതുപോലെ തന്നെ ഇൻഫ്ലെയിംഡ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ എലിഫന്റിയാസിസിനെ നമ്മൾ ലിംഫാറ്റിക് എലിഫന്റിയാസിസ് എന്നും അറിയപ്പെടുന്നു. ഇനിയും ഈ ഡിസീസ് വന്നിട്ട് അതിന് പ്രത്യേക ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഈ ഒരു എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫിലേറിയാസിസ് എന്ന് പറയുന്ന അസുഖം വരാം. ഇത് ഇന്ത്യയിൽ ട്രോപ്പിക്കൽ റീജിയൻസിൽ പലയിടങ്ങളിലും കാണപ്പെടുന്നു എന്ന് പറയുന്നു. ഇനി ഫസ്റ്റ് അതിൻ്റെ കോസ് എന്താണെന്ന് നോക്കാം. എന്ത് കാരണത്താലാണ് ഈ എലിഫന്റിയാസിസ് വരുന്നത്? ഇതൊരു വൈറസോ ബാക്ടീരിയയോ ഒന്നും മൂലമല്ല ഈ എലിഫന്റിയാസിസ് ഉണ്ടാവുന്നത്. അതൊരു ഫിലേറിയൽ വേം, ഒരു പാരസിറ്റിക് വേം മൂലമാണ് ഈ ഒരു ഡിസീസ് ഉണ്ടാവുന്നത്. അപ്പം ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റും ഈ വേമിനെയാണ് നമ്മൾ ഫിലേറിയൽ വേം എന്ന് പറയുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് വുച്രീരിയ ബാങ്ക്രോഫ്റ്റി എന്ന് പറയുന്ന ഒരു വേമിനാലാണ് ഈ ഒരു ഡിസീസ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം 20 ഇഞ്ച് നീളമാണുള്ളത്. അതുപോലെ തന്നെ ഈ പാരസിറ്റിക് വേം വന്ന് നമ്മളുടെ ഹ്യൂമൻസിൻ്റെ ബോഡിയിലേക്ക് കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഒരു വെക്ടറിനെ ആവശ്യമാണ്. വെക്ടർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആനിമൽ, ഒരു ഇൻസെക്ട് എന്തെങ്കിലും ആവാം, അതുമൂലമാണ് നമ്മളുടെ ബോഡിയിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇതിൻ്റെ വെക്ടർ എന്ന് പറയുന്നത് മോസ്കിറ്റോസ്, അതായത് കൊസുകളാണ് ഈ ഒരു വേമിനെ മനുഷ്യന്റെ ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ
കൊതുകിന്റെ കൊതുക് ഏതെങ്കിലും ഒരു ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വലിൽ നിന്നും അതിന്റെ ബ്ലഡ് എടുത്ത് നമ്മളുടെ ബോഡിയിലേക്ക് വന്ന് നമ്മളുടെ ബോഡിയിനെ കടിക്കുവാണെങ്കിൽ ഈ വേം വന്നിട്ട് നമ്മളുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യും. അങ്ങനെ അത് ലിംഫാറ്റിക് വെസൽസിലൂടെ എല്ലാം ട്രാവൽ ചെയ്ത് ആ വേം അവിടെ ഇരുന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അത് മേറ്റ് ചെയ്ത് മില്യൺസ് ഓഫ് ഫിലേറിയൽ വേംസ് അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാൻ സാധിക്കും. ആ പാരസൈറ്റ് വന്നിട്ട് എങ്ങനെ നമ്മളുടെ ബോഡിയിൽ ജീവിക്കും എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡിലുള്ള എല്ലാ ന്യൂട്രിയൻസും യൂസ് ചെയ്തുകൊണ്ട് അതിന് ജീവിക്കാൻ കഴിയും. ഇനിയും അതിന്റെ സിംറ്റംസ് നോക്കുവാണെങ്കിൽ ഈ ഒരു മോസ്കിറ്റോ നമ്മളെ കടിച്ചതിന് ശേഷം 5 മുതൽ 18 ദിവസത്തിന് ശേഷമാണ് നമ്മളുടെ ബോഡിയിൽ ആ സിംറ്റംസ് കാണപ്പെടുന്നത്. ഇത് വന്നിട്ട് ഒരു ലൈഫ് ത്രെട്ടനിങ് ഡിസീസ് ആണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ നമ്മളുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ അത് പെർമനന്റ്ലി ഡാമേജ് ചെയ്യാനുള്ള കഴിവ് ഈ ഒരു ഫിലേറിയൽ വേമിനുണ്ട്. ഇത് നമ്മളുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിംഫാറ്റിക് സിസ്റ്റം ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ. അപ്പം ആ ഒരു ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനെ മൊത്തത്തോടെ ഡാമേജ് ചെയ്യുകയും നമ്മളുടെ ബോഡിക്ക് ഇൻഫെക്ഷ്യസ് ഏജൻസിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ നമ്മളുടെ കാല് അല്ലെങ്കിൽ അഫക്റ്റഡ് ആയിട്ടുള്ള എല്ലാ റീജിയനിലും സ്വെല്ലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്വെല്ലിംഗ്, വീക്കം ഉണ്ടാവാൻ സാധ്യതയാണ്. കുറച്ച് കോമൺ സിംറ്റംസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മളുടെ സ്കിൻ നോർമലി അത് സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ ഈ ഒരു ഡിസീസ് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്കിൻ വന്ന് കുറച്ചും കൂടെ തിക്കൻഡ് ആവും. പിന്നെ ഫീവർ ഉണ്ടായിരിക്കും, സ്കിൻ അൾസറേഷൻ ഉണ്ടാവും, പിന്നെ ലിവറിൽ സ്വെല്ലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ യൂറിൻ ഡിസ്ചാർജിന്റെ സമയത്ത് ചിലപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവാൻ സാധിക്കും. പിന്നെ ഈ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മളുടെ ബോഡിയിൽ ചിലർക്ക് ബ്രസ്റ്റിൽ ഉണ്ടാവാം ഈ വീക്കം, ചിലർക്ക് വന്നിട്ട് ലെഗ്സ്, പിന്നെ ജെനൈറ്റൽ ഏരിയാസിലൊക്കെ ഈ വീക്കം ഉണ്ടാവാൻ സാധിക്കും. പിന്നെ കാലിൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്കാറിങ് അങ്ങും ഇങ്ങുമായിട്ട് കുറച്ച് തൊലി ഇളകിയ മാതിരി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനിയും ഇതിന്റെ കുറച്ച് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ എലിഫന്റിയാസിസ് ഉണ്ടായതിനു ശേഷം പ്രോപ്പറായിട്ട് അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് പിന്നീട് ഉണ്ടാവാൻ സാധിക്കും. ഒരു ഭാഗത്ത് ഉണ്ടായതിനു ശേഷം അത് ബോഡിയിലുടനീളം അത് പരക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അൺബെയറബിൾ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും ഈ ആളുകൾക്ക് സംഭവിക്കുക. പിന്നെ വന്നിട്ട് ഇതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഈ ഒരു ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരു വെക്ടർ ആവശ്യമാണ്. അപ്പം ആ വെക്ടറിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രിവെന്റീവ് മെഷർ. അതായത് മോസ്കിറ്റോസ് വരാൻ സാധ്യത അല്ലെങ്കിൽ ഫീഡ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം നശിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ മോസ്കിറ്റോ റിപ്പല്ലൻസ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ റെഗുലർലി നമ്മുടെ ഹാൻഡ്സ് ഒക്കെ വാഷ് ചെയ്യുക. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ അല്ലെങ്കിൽ അതുപോലത്തെ ആയിട്ടുള്ള ക്രീംസ് ഒക്കെ എവിടെയെങ്കിലും വൂണ്ട് ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ അപ്ലൈ ചെയ്യുക. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീനിക് പ്രാക്ടീസസ് ഫോളോ ചെയ്യുക. ഇതൊക്കെയാണ് ചില പ്രിവെന്റീവ് മെഷേഴ്സ്. ഇനിയും ഇതിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു മെഡിസിൻ അവർ അതിൽ കൊടുത്തിരുന്നു. ഡൈ ഈഥൈൽ കാർബമാസൈൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഈ ഒരു എലിഫന്റിയാസിസിനെ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അതുകൂടാതെ ഇതൊരു പാരസിറ്റിക് ഡിസീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആന്റി പാരസിറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സുകളും ഈ ഒരു ഡിസീസസിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇനിയും നമുക്ക് ചില ഹോം റെമഡീസ് കാണാം ഈ എലിഫന്റിയാസിസിന്. പ്രത്യേകിച്ച് വിറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുക. പിന്നെ ക്യാരറ്റ്, ആപ്രിക്കോട്ട്, ഇതൊക്കെ ഒരു പരിധി വരെ എലിഫന്റിയാസിസിന് നമ്മളുടെ സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരെണ്ണം അതിൽ കാണിച്ചിരുന്നത് കിറാംപൂ എന്ന് പറയുന്ന ഇത് വന്നിട്ട് ഇതിനകത്തൊരു പ്രത്യേക എൻസൈം ഉണ്ടെന്ന് പറയുന്നു. യൂജിനോൾ എന്നാണ് ആ എൻസൈമിന്റെ പേര്. അത് ചില പാരസിറ്റിക് വോംസിന് അല്ലെങ്കിൽ ഇമ്മെച്യൂർ ആയിട്ടുള്ള പാരസിറ്റ്സിനെ റിമൂവ് ചെയ്യാൻ, ബ്ലഡ് സ്ട്രീമിൽ നിന്നും റിമൂവ് ചെയ്യാനുള്ളൊരു കഴിവ് ഇതിനുണ്ടെന്ന് പറയുന്നു. പിന്നെ ഒരെണ്ണം ബ്രഹ്മി ലീവ്സ് വന്നിട്ട് ആ പിരമി ലീവ്സ് അത് പേസ്റ്റ് ആക്കിയതിന് ശേഷം ആ എലിഫന്റിയാസ് അല്ലെങ്കിൽ ആ സ്വെല്ലൻ ആയിട്ടുള്ള ഏരിയാസിൽ അപ്ലൈ ചെയ്ത ഒരു പരിധി വരെ അത് വീക്കം കുറയ്ക്കും എന്ന് പറയുന്നു. പിന്നെ നമുക്കറിയാം നീം ലീവ്സ് വന്നിട്ട് മിക്ക സ്കിൻ ഇഷ്യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെമഡിയാണ് നീം ലീവ്സ്. ഇത് വന്നിട്ട് നീം ഓയിൽ വന്നിട്ട് നീം ഓയിൽ വന്നിട്ട് ആ വീക്കമുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത
ഒരു പരിധിവരെ ഈ സ്വെല്ലിംഗ് കുറയ്ക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ ടർമറിക് പൗഡർ, ബനാന സ്റ്റെം ജ്യൂസ്, ഇതൊക്കെ ഹോം റെമഡി ആയിട്ട് കാണാനിടയായി. അപ്പം ഇതെല്ലാമാണ് എലിഫന്റിയാസിസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫിലേറിയാസിസ് എന്ന് പറയുന്ന ആ ഒരു ഡിസീസസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി ബൈബിളിൽ നിന്നും ഒരു വചനം വായിക്കാം. എക്സോഡസ് ചാപ്റ്റർ 15:26. അതിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളി ചെയ്തു. മാം ഒന്ന് വായിക്കാമോ? എക്സോഡസ് 15:26. ഓക്കെ. അപ്പൊ ഈ ഒരു ഭാഗത്ത് പറയുന്നത്, ഞാൻ പറയുന്നില്ല എലിഫന്റിയാസിസ് എന്ന് പറയുന്നത് മിസ്രൈമ്യർക്ക് വന്ന ഒരു വ്യാധിയാണെന്ന് പറയുന്നില്ല. എങ്കിലും നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തിന് പ്രസാദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു വ്യാധിയും വരുത്താതെ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കും. അഥവാ വ്യാധി വന്നാലും അതിനെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മൾക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഹെൽത്ത് ടോക്കിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക്